ഞങ്ങളെ രണ്ടുപേരെയും വേണം എന്ത് വേണേൽ പറഞ്ഞു, ഞങ്ങൾ ഓക്കെയാണ്, തിരിച്ചും പറയും. അതിന് നിങ്ങളും ഓക്കെ ആവണം. പക്ഷെ ആ കുഞ്ഞുമാ വേണ്ടല്ലോ, അതിനെക്കുറിച്ച് ഗുണം പറയാൻ വരരുത്. വീട്ടിൽ കയറി വരും ഞാൻ. ഇപ്പോൾ പാലക്കാട് നിന്നൊരു താത്തയുണ്ട്. ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ആ താത്ത വന്നിട്ട് കരിവിളക്കിനടക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നുവെന്നോ, എനിക്ക് കരിവിളക്കും നിലവിളക്കും ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, വേണമെങ്കിൽ എൻ്റെ വീട്ടിലൊരു കുത്തുവിളക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള് കമൻറ്റ്. താത്ത ഐ എം സോറി, നേരത്തെ ആണെങ്കിൽ ഞാൻ പരിഗണിച്ചേനെ. ഇപ്പം ഞാൻ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ഫാമിലി ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ചൊറിയാൻ നിൽക്കണ്ട, ഞാൻ കയറി മാന്തും. അച്ഛൻ കാറ് തൊപ്പിക്ക് വിറ്റതിന് ശേഷം തൊപ്പി വിളിച്ചിട്ട് പറഞ്ഞില്ലേ വണ്ടി കംപ്ലൈന്റ് ആണ്, ഇതിന് എഞ്ചിനും ഇല്ലേ, എടാ പോട്ടാ, അവിടെ വിവരമുള്ള ആരില്ലേ. അപ്പൊ തൊപ്പി വളരെ സീരിയസ് ആയിട്ട് ഇല്ല ഇല്ല. ആ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ഏറ്റെടുത്ത സാധനം. ഒന്ന് നിങ്ങൾ റിയൽ പോലീസ് ആയിരുന്നു. അത് ഏത് ഇയർ ആയിരുന്നു? 2016-18. കുടുംബത്തിന്റെ പ്രാരാബ്ദമൊക്കെ തലയിലുള്ളതുകൊണ്ടേ മറ്റു പലർക്കും ഈവൻ തനിക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അപ്പൊ എന്തായാലും നമുക്കൊരു പണി, നേരം കളയേണ്ട അടുത്ത ഗെയിം സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ മിണ്ടരുത്, ഇനി ഞാൻ ആക്ഷൻ മാത്രം. അച്ചായനെ മൊത്തം നവരസങ്ങൾ നിന്നു പറയാണ്. എന്റെ മുഖത്തൊക്കെയാണ് വിളിച്ച്. നിന്റെ ആഗ്രഹം ഇതല്ലായിരുന്നു? പേര് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ സാധാരണ കമന്റ് സെക്ഷനും കാര്യങ്ങളും ഈ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നത് കാറിൽ പുറത്തു പോയിട്ടാണ്. അപ്പൊ അവിടെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് കരഞ്ഞു പൊട്ടിക്കരഞ്ഞില്ല എന്നുള്ള സീനൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഹലോ ഹലോ നിർത്ത്, ഇതിന്റെ ഇത്രയൊന്നും എക്സ്പ്രഷൻ്റെ ആവശ്യമൊന്നുമില്ല. നീ ഒരു 2-3 മാസത്തിന് ശേഷം ഒന്ന് ഇതിനെ ഒന്ന് കണ്ടു നോക്കൂ, അല്ലെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻസ് ഒക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കൂ. ഇപ്പം ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കുക, ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് എന്നോട് ചോദിക്കുക, ഇത്രയും വർഷങ്ങൾ, ഒരു വർഷത്തിന് ശേഷം, ഇത്രയും വർഷം തമ്പുരാനെ ഞാൻ കുറേ വർഷമായ പോലെ, ഒരു വർഷത്തിന് ശേഷം ആ ദിവസങ്ങളിലുണ്ടായിരുന്ന കമൻസും വീഡിയോസും റിയാക്ഷൻസും ഒക്കെ കണ്ടിട്ട് ഇപ്പം എന്ത് തോന്നുന്നു? അതൊക്കെ കണ്ടുകഴിയുമ്പോൾ ചിരി വരും. ചിരി വരുമോ? അതായത് ഇതൊന്നും ഒരു കോന്തോ അല്ലായിരുന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കണം. പക്ഷേ സിമ്പിൾ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ട് എന്നെ കുറിച്ച് പറയണം. ഞാൻ ഭയങ്കര ഡൗണാ, എനിക്ക് റീച്ച് അല്ല. ഇപ്പൊ ആദ്യം സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യം ജീവിതത്തിൽ പോകേണ്ട പ്രതിസന്ധികളൊക്കെ ചവിട്ടി കയറി കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. അച്ചായൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ജീവിതത്തിൽ അനുഭവിക്കേണ്ട, അല്ലേ, ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചിട്ട് വന്നിരിക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ വരുന്നതൊക്കെ സിമ്പിളായിരുന്നു, അല്ലേ, എല്ലാം സിമ്പിളായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അത് പോയി വളരെ വിജയകരമായി ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളെന്തിനാ ഇനി ചുറ്റുള്ളതൊക്കെ നോക്കുന്നത്? നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകുക തന്നെ. എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. നമ്മളെക്കുറിച്ച് കുറ്റം പറയാനും നല്ലത് പറയാനും എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മൾ പറയാനുള്ളൊരു കാര്യം, എക്സ്പെഷ്യലി അത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ രണ്ടുപേരെയും വേണം എന്ത് വേണേൽ പറഞ്ഞു, ഞങ്ങൾ ഓക്കെയാണ്, തിരിച്ചും പറയും. അതിന് നിങ്ങളും ഓക്കെ ആവണം. പക്ഷെ ആ കുഞ്ഞുമാ വേണ്ടല്ലോ, അതിനെക്കുറിച്ച് ഗുണം പറയാൻ വരരുത്. വീട്ടിൽ കയറി വരും ഞാൻ. അത്രേ ഉള്ളൂ. മഴക്കുട്ടിയെ കുറിച്ച് ആരും ഒന്നും പറയില്ല ചായ. ഇത് നോക്ക്, അതിനെ കണ്ട് ഞാനെന്ത് പറയാനാ? അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു, ഞങ്ങൾ ഇനിയിപ്പോൾ ആരെങ്കിലും കുട്ടീനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയണെങ്കിൽ ചായ പ്രതികരിക്കുക. അത്രയും അവരതാണ് നമ്മൾ പ്രതികരിക്കാൻ പറഞ്ഞ ഒരു കൊച്ചിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയണമെങ്കിൽ അവരെന്തായിരിക്കും നോക്കി കാണുന്നവർക്കൊക്കെ ചിന്തിക്കാവുന്നുള്ളൂ. ഈ കൊച്ചൊക്കെ ആരോട് എന്ത് കേട്ടാ പാവം ഉറങ്ങിയത്. എന്തായാലും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 1 ഇയർ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ ഒറ്റ കാര്യം കൂടി, ആ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞില്ലേ? ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഒരു സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയില്ലേ? ഒരു 99.9% അത് മാറി. അതെ. എന്നാലും പിന്നെ കുറച്ച് അവശേഷിക്കുന്ന കുറച്ചുണ്ട്. അതെന്താ വെച്ചാലേ, സാധാരണഗതിയിൽ ഓരോ കമൻറ്റിൻ്റെ, ഇപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴത്ത് വന്നിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇവരൊക്കെ ആരാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇവനെ പോലെയുള്ളവരെ ഇന്റർവ്യൂ എടുത്തിട്ട്? പിന്നെ നമുക്ക് ഇപ്പൊ എൻ്റെ കമന്റിനൊക്കെ
പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ കമൻറ്റിനൊക്കെ റിപ്ലൈ അയക്കുന്ന പരത്തര വിളിക്കുന്ന ആളിനാണ് ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനല്ല, ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മതിയായി, കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും രോഷാകുലമായിട്ട് ആ ചോരത്തളപ്പോട് കൂടി കുത്തിയിരുന്നിട്ട് കമൻസിനൊക്കെ റിട്ടേൺ കമൻസ് ചെയ്ത ആളാണ്. അത് എക്സ്പെഷ്യലി നമുക്കിപ്പോൾ പാലക്കാട് നിന്നൊരു താത്തയുണ്ട്. ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ആ താത്ത വന്നിട്ട് കരിവിളക്കിനടക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു എന്നോ, അപ്പോൾ ചേച്ചിക്ക് കരിവിളക്കും നിലവിളക്കും ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, വേണമെങ്കിൽ എൻ്റെ വീട്ടിലൊരു കുത്തുവിളക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവള് കമൻറ്റ് വിട്ടിട്ട്. അടിപൊളി, അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ തിരിച്ച് സ്പോട്ടിൽ കൊടുക്കണം. നല്ല അതിൽ അലുവയും മത്തിക്കറി അവർ മാത്രമാണ് കേട്ടോ, സ്പെസിഫിക്കലി ആ ഒരു ലേഡി മാത്രമാണ്. അവരുടെ വീട്ടിലും ഒരു കരിവിളക്കാണ് ഉള്ളത് കെട്ടിയവനായിട്ട്. അലുവയും മത്തിക്കറി എന്ന് പറയോ? അലുവയും മത്തിക്കറിയായിട്ട് ഒരു കോമ്പിനേഷൻ. ഈ പെണ്ണിന് എന്താ വേറെ പണിയില്ലേ, ഇവക്ക് അങ്ങനെ പഴയകാലം തൊട്ട്, നമ്മുടെ പഴയകാലം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും ആ താത്ത ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങള് ആദ്യം ഒരു പരാതിയായിട്ട് പോകാന്നൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ പറഞ്ഞ് വേണ്ട, എന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് അധികം തരക്കേടില്ലാത്ത 40-40K ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് താത്ത, ഐ എം സോറി, നേരത്തെ ആണെങ്കിൽ ഞാൻ പരിഗണിച്ചതിന്. ഇപ്പം ഞാൻ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഫാമിലി ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ചൊറിയാൻ നിൽക്കണ്ട, ഞാൻ കയറി മാന്തും. പിന്നെ അല്ല അച്ചായ, അതിൻ്റെ ഇടയിൽ സിനിമാഭിനയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധീരം സിനിമയിൽ നല്ല അടിപൊളി ക്യാരക്ടറാണ് ചേഞ്ച് ചെയ്തേക്കുന്നത്. താങ്ക് യു. നല്ല രസമായിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ ഒരു സാധനം കറക്റ്റ്. ഒന്ന്, നിങ്ങൾ റിയൽ പോലീസായിരുന്നു. അത് ഏത് ഇയർ ആയിരുന്നു? 2016-18 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പണി വിട്ടു. ഓക്കെ, അത് എവിടെയായിരുന്നു പോലീസായിട്ട്? ലാസ്റ്റ് ഞാൻ ചെന്നൈയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തമിഴ് കുറച്ച്. കേരള പോലീസിലുണ്ടായിരുന്നില്ല? ഇല്ല. അത് ഏത് സെക്ഷൻ ആയിരുന്നു? ഇപ്പോൾ ആക്ച്വലി അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പോലീസായിട്ടായിരുന്നു. ലാസ്റ്റ് റിട്ടയർഡ് ആയില്ല, ജോലി റിസൈൻ ചെയ്തല്ല. ജോലി സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകുന്നതാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പുറകെ നടന്ന എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലരും എന്നെ വിട്ടുപോയിട്ടുണ്ട്. മനസ്സിലായ മടിയിൽ കനമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കി അതേ നിമിഷം തന്നെ ലെഫ്റ്റ് അടിച്ച ആൾക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സക്സസ് ആയി. എല്ലാം നല്ലതിന്, സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും നല്ലതിനാന്നുള്ളത് വെറുതെ അല്ല. അച്ചായ, ഞാൻ ഈ വനിതാ തിയേറ്ററിൽ വെച്ചിട്ട് അച്ചായൻ കൊടുത്തൊരു ബൈറ്റിൽ ഞാൻ കേട്ടു, സിനിമയ്ക്ക് വേണ്ടി നടന്ന എൻ്റെ വീട് വരെ ഞാൻ നഷ്ടപ്പെടുത്തി. അത് ശരിക്കും നമ്മുടെ വിനു ഇല്ലേ, PRO വിനു, ബിഗ് ബോസിലെ പുള്ളിക്കാരനെ ഏകദേശം ഞങ്ങൾ ഫ്രണ്ട്സാണ്, കുറച്ച് പുറകിലോട്ട് കുറേ പഴയ ഫ്രണ്ട്സാണ്. ഓക്കെ. അപ്പം അവനറിയാം കുറേ കാര്യങ്ങൾ. നമ്മൾ ഈ പ്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞ സംഭവം വലിയ ഈസിയുള്ള സംഭവമൊന്നും അല്ല. അപ്പോൾ ആ പ്രൊഡ്യൂസിങ് ആദ്യമേ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്, നമ്മൾ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളാരും പിടിച്ച് അഭിനയിപ്പിക്കില്ല. എത്ര കഴിവുള്ളവനാണെങ്കിലും അതിനകത്ത് കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യൽ മീൻസ് അപ്പം നമ്മൾ പൈസ കൊടുത്തിട്ട് അഭിനയിക്കണം. അങ്ങനെയുണ്ട്. അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, പലരുടെയും എക്സാമ്പിളൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഐഡിയയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ അപ്പുറത്തേക്ക് ആരുമില്ല. അയാളാണ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പം ഞാൻ എന്നാൽ പിന്നെ നമുക്ക് പ്രൊഡ്യൂസിങ് പരിപാടിയിലേക്ക് നോക്കിയാലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ചാടുമ്പോൾ നമ്മുടെ പല സമ്പാദ്യങ്ങളും അതിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. പലതും പൊട്ടയായിപ്പോയി, പലരും റിലീസ് ചെയ്തിട്ട് അവരവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ വരെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു നമുക്ക് ട്രയലായിട്ട് നമുക്കിത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഷോർട്ട് ഫിലിം ചെയ്യാം, വെബ് സീരീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരുണ്ട്. അതിനകത്ത് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളത് കണ്ണൂരുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലുള്ള വെബ് സീരീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ചെന്ന് പെട്ടത് കൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ധീരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടിയത്. ജിതിൻ സുരേഷ് ടി എന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഡയറക്ടറായിട്ടുള്ള ജിതിൻ സുരേഷ് ടിയുടെ ഫസ്റ്റ് പടമാണ് ശരിക്കും പറഞ്ഞാൽ ധീരം. അദ്ദേഹത്തിൻ്റെ തന്നെ ചെമ്പകമന എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അവൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് സാധാരണ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്ന പോലെ, എടാ എന്തെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കണോ കേട്ടോ എന്നൊക്കെ പറയും. ആ ഒരു ടോക്കിൽ വിളിച്ചിരിക്കും ഉറപ്പാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു കോള് വന്നു. സെൽവരാഘവൻ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സെൽവരാഘവൻ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് സിനിമയിൽ. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് കഥയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും കുറേ
സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ വാഗമണ്ണിൽ നിന്ന് വിളി വന്നു, ഞാൻ ചെന്നപ്പോഴത്തേക്ക് പോലീസ് യൂണിഫോം തന്നിട്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി ഒരു മലയുടെ മുകളിൽ നിൽക്കണു, ക്യാമറ വെച്ചിട്ട് നിൽക്കുമ്പോൾ വണ്ടി വന്ന് നിൽക്കണു. അതിനകത്തുനിന്ന് ഇന്ദ്രജിത്ത് സാറും നിശാന്തേട്ടനും ഒക്കെ ഇറങ്ങി വന്നു. ഇവരുടെ കൂടെ കോമ്പിനേഷൻ സീനാന്ന് പറഞ്ഞു. തീർന്നില്ലേ? പക്ഷേ മനോഹരമായിട്ട് ചെയ്തു എന്നാണ് എല്ലാവരും പറയണത്. നന്നായി ചെയ്തു പക്ഷേ, നന്നായി ചെയ്തു. ഒന്ന് നിങ്ങളുടെ ഉള്ളിലൊരു പോലീസ് ഇപ്പോഴും ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു സാധനം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം ചെയ്യണം, അതും അച്ഛൻ്റെ സിനിമാ മോഹമൊക്കെ നന്നായിട്ട് അറിയാം. അച്ഛൻ എന്തോ ഒരു സ്ട്രഗിൾ കിട്ടുന്നുണ്ടെന്ന് അറിയാം. അച്ഛൻ ആദ്യമായിട്ട് സിനിമയിൽ സ്ക്രീനിൽ കണ്ടപ്പോൾ ധീരം എവിടെ ഇരുന്നാണ് കണ്ടേ? തിയേറ്ററിൽ. എവിടെ? എറണാകുളത്ത് തന്നെ ആയിരുന്നോ? വനിതയിൽ. അപ്പം എന്താണ് അച്ഛനെ സ്ക്രീനിൽ കണ്ടപ്പോൾ മനസ്സിൽ വന്നത്? സന്തോഷമായിരുന്നു. അച്ഛൻ്റെ സന്തോഷം സിമ്പിളായിട്ട് അല്ല, കാരണമുണ്ട്. ഞാൻ കുറെ അല്ലാതെ വീട്ടിലിരുന്ന് ഷോർട്ട് ഫിലിമൊക്കെ കാണും. അല്ലല്ല, ധീരത്തെ കുറിച്ച് പറയാം. അത് നമ്മൾ വിട്ടുപോയതായിരിക്കും. ധീരം ഞങ്ങൾ രണ്ടാളും കൂടി ഡബ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ ഞാൻ ധീരത്തിന് ഡബ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എന്റെ കൂടെ വന്ന് ഓൾറെഡി പുള്ളിക്കാരത്തി അത് കണ്ടതാ. കണ്ടപ്പോഴത്തേക്ക് ഉച്ചക്കത്തെ ബിരിയാണി, വൈകുന്നേരത്തെ കോഫി, സ്നാക്സ്, സിനിമക്കാരുടെ സ്റ്റൈലുണ്ടല്ലോ, അതിലങ്ങ് മയങ്ങിപ്പോയി. അത് കാരണം ക്യാരക്ടർ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല തോന്നുന്നു. ആ ബിരിയാണി കഴിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി ഇൻസ്റ്റയിലുള്ള ഇട്ടിട്ടുണ്ട്. അത് 3 million 4 million ആയി. അടിച്ച് ഫിറ്റായിട്ടാണോ ഇവള് കഴിച്ചോണ്ടിരിക്കുന്നത്? അയാളെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഇടയിലുള്ള കമന്റ് സെക്ഷൻ. പക്ഷെ നമ്മുടെ മറ്റേ ഏത് സ്റ്റുഡിയോ ആയിരുന്നു ഇത്? ചലച്ചിത്രയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ചലച്ചിത്ര എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. നമ്പർ 1 സ്റ്റുഡിയോ ആണ്. അത് ഏത് പാട്ടാ പാടിയത്? ആ പാട്ട് പറഞ്ഞപ്പോ കൂമ്പിനിട്ട് ഇടിച്ചു എന്റെ പൊന്ന് സാറിന്റെ പെണ്ണ. ഭയങ്കര സാധനങ്ങൾ. ഇത് പാടിയപ്പോഴാണ് കമന്റ് ഒക്കെ വന്നത്. ആ പെണ്ണിനെ കുടിപ്പിച്ച് നശിപ്പിച്ച് അച്ചായിരുന്നു. ഞങ്ങൾ ഡബ് ചെയ്യാൻ വേണ്ടി പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വാ വിളിച്ചിട്ട് ഞാൻ ചെന്നില്ല. എന്റെയും കൂടി ബിരിയാണി എടുത്തു വെച്ച് കഴിച്ച അന്നത്തെ ദിവസം ഞാൻ പട്ടിണിയാണ്. കട്ടയ്ക്ക് കൂടെ ഉണ്ട്, എല്ലാത്തിനും സഹായിക്കാറുണ്ട്. കട്ടിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും എല്ലാ അടിപൊളി സ്ട്രീമിംഗ് ഒരു സൈഡിൽ കൂടെ പോകണം. MRC തൊപ്പി ടീമുകളൊക്കെ ആയിട്ടുള്ള കോൺടാക്ട് എങ്ങനെ ഇപ്പോഴും എല്ലാവരുമായിട്ടും കണക്ഷൻ ഇല്ലേ? പിന്നെ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു സിനിമയുടെ പ്രൊമോഷൻ നടക്കുമ്പോ അവന്റെ ലാസ്റ്റ് ലൈവ് ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്ന ലാസ്റ്റ് ലൈവില് അവസാനത്തെ നിമിഷത്തിൽ ഞാൻ കയറി ചെല്ലുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രാരാബ്ദമൊക്കെ തലയിലുള്ളതുകൊണ്ടേ മറ്റു പലർക്കും ഈവൻ തനിക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഞാൻ ഇടയ്ക്ക് ഊബറൊക്കെ ഓടാൻ പോകും. ഊബർ അതെന്റെ ഫ്രണ്ടിന്റെ വണ്ടി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അന്നത്തെ ദിവസം ഊബർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരു 12 മണി ആയപ്പോഴത്തേക്കാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയത്. കണ്ടപാടെ പറഞ്ഞു, അച്ചായൻ എപ്പോഴും വന്നോ എന്ന് പറഞ്ഞു വരത്തില്ല, തോന്നും പോലെ വന്നെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പറയടാ, അരി മേടിക്കാൻ വേണ്ടി ഊബർ ഓടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ലോറി ട്രിപ്പ് ഞങ്ങൾ 3 പേരും കൂടി ഒരു ട്രാവൽ വ്ലോഗ് കൂടി കൊണ്ടുപോകാൻ പോയ കാര്യം. നമ്മൾ എല്ലാ വണ്ടി ഓടിക്കുമല്ലോ, നമുക്ക് നേരത്തെയും ലോറി പരിപാടിയൊക്കെ ബസ് പരിപാടിയൊക്കെ അറിയാവുന്ന ആളാണ്. ഇതാണെങ്കിൽ ഭയങ്കര നമുക്ക് പോവാന്ന് പറഞ്ഞ് നിൽക്കുക. അത് റെഡിയാണ്, പിന്നല്ല അത് കിളിയാകാൻ റെഡിയാണ്. പിന്നത്തെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളുടെ ഒരു പുതിയൊരു ബിസിനസ് വെഞ്ചറാണ്. അത് അപ്പാർട്ട് ഫ്രം വേറെ ലെവലുള്ളൊരു സാധനം. അത് ഡോക്ടർ വിൻസ് എന്നാണ് ആ കമ്പനിയുടെ പേര്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പാർട്ട്ണർ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് പോവുകയാണ്. എല്ലാവരുടെയും തലേ പേനില്ലേ? അതായത് 100ൽ ഒരു 70 പേരുടെ തലേ പെയിൻ ഉണ്ടാവും. എനിക്ക് ആണുങ്ങളുടെ കാര്യം അറിയാൻ മേലെ പെണ്ണുങ്ങളുടെ തല ഉണ്ടാവും. അപ്പോൾ ആ പെയിന് ഒറ്റ യൂസ് കൊണ്ട് തന്നെ ആ പെയിന് നശിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു സാധനം ലൈഫ് സീറോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അത് കേരളക്കരയിൽ തരംഗം സൃഷ്ടിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അല്ല, ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഇലക്ഷൻ കൂടി കഴിഞ്ഞാൽ ഞങ്ങളത് പൊട്ടിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മുടെ കൂട്ടത്തിൽ. അച്ചായൻ്റെ ഒരു പ്രോഗ്രാമാണ്,
അത് നിങ്ങൾക്ക് ലൈഫിൽ ഉതകുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് ലൈഫിൽ കാശ് പോയി എന്ന് പറയുന്നവർക്ക് കാശ് തിരിച്ചു തരും കേട്ടോ. അങ്ങനെ ഒരു കമന്റ് അതിനകത്തുണ്ടെങ്കിൽ അത് ഡോക്ടർ വിൻസിന്റെ ഉറപ്പാണ്. ഡോക്ടർ വിനു ഏറ്റെടുക്കുന്നത്. ഞാൻ ഇപ്പൊ നമ്മൾ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഒരു ഗിവ് അവേ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അടിപൊളി. ഞങ്ങളുടെ തൊപ്പിയുടെ എൻ്റെയും കൂടി സിഗ്നേച്ചർ വെഹിക്കിൾ ആയിട്ടുള്ള നാനോ കാറാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചത്. അച്ചായൻ്റെയും തൊപ്പിയുടെയും പഴയ വീഡിയോസില്ലേ, മറ്റേ അച്ചായൻ കാറ് തൊപ്പിക്ക് വിറ്റതിന് ശേഷം തൊപ്പി വിളിച്ചിട്ട് പറഞ്ഞില്ലേ വണ്ടി കംപ്ലൈന്റ് ആണ്, അതിന് എഞ്ചിനും ഇല്ലേ, എടാ പോട്ടാ, വിവരമുള്ള ആരില്ലേ. അപ്പൊ തൊപ്പി വളരെ സീരിയസ് ആയിട്ട് ഇല്ല ഇല്ല ആ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ഏറ്റെടുത്ത സാധനം. അല്ല ഞാൻ ചോദിക്കട്ടെ, അത് ലൈവായിട്ട് അങ്ങനെ ഉണ്ടായതാണോ അല്ലെങ്കിൽ നിങ്ങളത് ആക്ട് ചെയ്തതാണോ? സീരിയസ് ആയിട്ട് ഇപ്പം തുറന്നു പറയാം, ഞാൻ അവനെ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ട് ലൈവിൽ വാടോ, എന്ത് പരിപാടിയാണ് കാണിക്കണേ, ലൈവിൽ വാടോ. അപ്പം ഞാൻ ഇന്ന് വരാൻ പറ്റത്തില്ലടാ, വെയിറ്റ് ചെയ്യ്, നാളെ നോക്കാമെന്ന് പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഫോൺ വിളിക്കാം, ആ ഒരു കോൺവെർസേഷൻ എങ്കിലും ചെയ്യണം. കാര്യം നിങ്ങളെല്ലാവരും തിരക്കണം ഇവിടെ. അപ്പോൾ ലൈവിൽ നമ്മൾ അങ്ങനെ സ്റ്റെപ്പായി വന്നതേ ഉള്ളൂ. ശരി നീ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ വിളിയും പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വന്ന സാധനമാണ് സ്പോണ്ടേനിയസ്. അപ്പോൾ സ്പോട്ടിൽ കിട്ടുന്ന സാധനമാണ്. അതിന് കൗണ്ടർ അവൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ പെർഫോം ചെയ്തെന്ന് പറഞ്ഞാലും കൗണ്ടർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ആർട്ടിസ്റ്റാണ്, പക്ഷെ ആർക്കും അവനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവന് ആർക്കും ഒരു അവസരം കൊടുക്കണില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാര്യമായിട്ട്. സ്ട്രീമിങ്ങും കാര്യങ്ങളൊന്നുമല്ല, അവൻ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു അഭിനേതാവാണ്, നല്ലൊരു സെറ്റപ്പ് സാധനം. അവനെ സ്ട്രക്ചർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കിടക്കാച്ച അമ്പാൻ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനെ തന്നെ വാച്ച് ചെയ്യാൻ തോന്നും. അതുപോലെ തന്നെ പോലീസായിട്ട് അവനൊരു പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആക്ഷനും അവൻ്റെ ലുക്കും അവൻ്റെ റിയാക്ഷനും ഒക്കെ കാണണം. ഈ വലിയ ഫാനായിട്ട്, അതായത് ആ ഒരു സാധനത്തിനകത്ത് ഞാനൊരു ലേഡി ക്യാരക്ടറാണ് ചെയ്തേക്കണേ. അപ്പം വന്ന കാലം തൊട്ട് അവൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടിരിക്കുന്ന കാരണം ഞാൻ ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഞാൻ കുറേ അധികം പ്രാവശ്യം അത് കണ്ട് ബിക്കോസ് ഓഫ് അത്. കൊള്ളാം. MRC ഗാങ്ങുമായിട്ട് നമുക്ക് നല്ല ബന്ധം തന്നെയാണ്. 100% ഫാമിലി മെമ്പേഴ്സാണ്. ഗിഫ്റ്റ് അല്ലേ കഴുത്തല്ലേ? ആ പിന്നെ അതുണ്ടാവുമല്ലോ. അച്ഛൻ പറഞ്ഞു മരണം വരെ അത് എൻ്റെ കഴുത്തിലുണ്ടാവും. ഉറപ്പായിട്ടും അത് അവനും അറിയാം, എല്ലാവർക്കും അറിയാം. അതെ. ഈ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഓരോ വിവാദങ്ങളുണ്ടായിരുന്നു. അച്ചായനും തൊപ്പിയും സെപ്പറേറ്റ് ആയി, അടിയായി, ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. ഇപ്പം എത്ര വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ആണെങ്കിലും ചെറിയ ക്ലാഷൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കിടയിൽ അത്തരം ക്ലാഷുകളോ അത്തരം കുറ്റപ്പെടുത്തലുകളോ ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയും, അച്ചായ അതവിടെ നിർത്തിക്കോ, അത് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു പോകും. അതായത് അവിടെ അതിനെ ഓപ്പൺ ചെയ്യാനോ അതിനെ കൺക്ലൂഷൻ കണ്ടെത്താനോ ഒന്നും നിൽക്കില്ല. അവിടെ അതിലേക്കൊക്കെ പോയാലാണ് അത് പ്രശ്നങ്ങളായി തീർന്നത്. തീർച്ചയായിട്ടും അങ്ങോട്ടൊന്ന് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചാൽ പോലും അവൻ പോകത്തില്ല. അപ്പോൾ അവിടെ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. കല്യാണം കഴിച്ചതിന് ശേഷം അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മേനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് രാത്രി ഞാൻ ഇറങ്ങി ഓടുമായിരുന്നു. അല്ലെങ്കിൽ അമ്മ രാത്രി ഉറക്ക ഗുളിക കഴിച്ചതിന് ശേഷം അമ്മ ഉറങ്ങാനായിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചതിന് ശേഷം നമ്മുടെ രാജ്യമാണ്. ആ വീട്ടിലേക്ക് ആര് വരുന്നു എന്നോ ആ വീട്ടിൽ നിന്ന് ആര് പോകുന്നു എന്നോ അമ്മ അറിയാൻ പോണില്ല. രാവിലെ എണീക്കുമ്പോൾ ചോദിക്കും വീട്ടിലാരടാ വന്നതെന്ന്. അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചുമ്മാ മറ്റേ കണ്ണടച്ചുള്ള അമ്പെയ്ത്ത അമ്മ പപ്പ അതത് പിന്നെ ഞാൻ പെട്ട് ഇങ്ങോട്ടും അറിയിക്കടാ എന്ന് പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങും. അതൊക്കെ ക്ലാസ് കൊടുത്തതിന്റെ വകയായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ അമ്മേനെ പറഞ്ഞു പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മയെ കാണാണ്ടൊക്കെ ഞാൻ ഇറങ്ങിപ്പോയി രാവിലെ 4 മണിക്ക് 3 മണിക്കൊക്കെ തിരിച്ചു വരാമായിരുന്നു. പക്ഷെ ഇവള് വന്നേ പിന്നെ എനിക്ക് ഈ ഒരു ഉത്തരവാദിത്വം കൂടിയായി. കുട്ടിക്ക് എന്തെങ്കിലും എമർജൻസി കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അവള് ഹാൻഡിൽ ചെയ്യും. ഓക്കെ. പക്ഷേ നേരെ മറിച്ച് ഇവക്ക് എന്തെങ്കിലും എമർജൻസി കേസ് വന്നാൽ കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അവളവിടെ വല്ലത്തും ബാത്റൂമിൽ നിന്ന് വീഴുക മനുഷ്യന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രാത്രി കാലങ്ങളിൽ എനിക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ല. അത് ഇവിടെ നമ്മൾ അവൻ്റെ ലൈവിന് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി തൊട്ട് രാവിലെ 3 മണി വരെ
മിനിമം നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും. എനിക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പല 2-3 ലൈവിൽ ഞാൻ പോയായിരുന്നു. ഇവള് നിർബന്ധിച്ചിട്ട് ഞാൻ പോയി, കുഴപ്പമില്ല പോ. അത് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാനവിടെ ഫുൾ ഇൻവോൾവ് അല്ല, എന്തോ ലോസ്റ്റ് ആയ പോലെ ഞാനിങ്ങനെ ഒരു പാതി മൈൻഡിൽ അവിടെ നിൽക്കണം. കാര്യം പാതി മൈൻഡ് ഇവിടെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ടോട്ടൽ 10-40 കിലോമീറ്റർ നമുക്ക് റൺ ചെയ്യാം. അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വരാപ്പുഴ വരെ ഓടി. പിന്നെ എനിക്കത് പോട്ടെ, നമ്മുടെ വീട്ടിൽ ലൈവ് ചെയ്യാമല്ലോ, നമുക്ക് ലൈവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അത് ചെറിയ മുറിവുറുപ്പൊക്കെ ഉണ്ട് ചെല്ലാത്തതിന്, കുഴപ്പമില്ല, എല്ലാം ശരി. ആ ബന്ധം എന്തായാലും നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണ്. തൊപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ടായിരുന്നു, എല്ലാ സ്ട്രീമേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കലും ബഹളങ്ങളും ചീത്തവിളിയും തെരുവിളിയൊക്കെ ഉണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു 4-5 പേർക്ക് അവനൊരു ജോലി കൊടുത്തിട്ടുണ്ട്, അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, എവിടെ എത്താത്ത കുറച്ച് ആൾക്കാരെ കൂടെ നിർത്തി അവൻ നോക്കുന്നുണ്ട്, ഒരു വലിയേട്ടനെ പോലെ. അതിന് തന്നെ അവന് കൊടുക്കണം മാർക്ക്. തീർച്ചയായും വെറുതെ ചുമ്മാ അതും വിളിച്ച് പറയായിരുന്നു കേട്ടിട്ടുണ്ട്. നമ്മളെ മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മലയാളികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മലയാളി 2 മലയാളി 3 മലയാളി വരെയൊക്കെ ഓക്കെയാണ്. ഈ 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെ മലയാളീസ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്ക് ചീത്ത കേൾക്കേണ്ടി വരും. അവിടെ ചില കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവും. അവൻ്റെ കുറ്റങ്ങൾ ഇവനോട് പറയുക, ഇവൻ്റെ കുറ്റങ്ങൾ അവനോട് പറയുക, എല്ലാം കൂടി അങ്ങ് ശരിയാക്കി അടിച്ച് പിരിഞ്ചാച്ചെന്ന് പറഞ്ഞ പോലെ സീനാകും. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അവിടെ ഒരു കുത്തിത്തിരിപ്പിനോ ഈ പറഞ്ഞ പോലെ അവൻ കേൾക്കാൻ നിൽക്കില്ല ആരെക്കുറിച്ച് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും. നല്ല ഭക്ഷണം, നല്ല രീതിയിലുള്ള വിശ്രമം, നല്ല എൻജോയ്മെൻറ്റ്, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്നത് ഗ്യാങ്ങിൽ കയറാൻ വകുപ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ആ പിന്നെ ഇഷ്ടംപോലെ പേര് ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടാക്കും. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയേക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനസ്സമാധാനത്തോടുകൂടി കഴിഞ്ഞു പോകാൻ പറ്റും. തീർച്ചയായും. ഈ പിന്നീട് അങ്ങോട്ട് ചിന്തിച്ച് നമ്മൾ എന്തുണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക, നിൽക്കുക, അതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു പണി നേരം കളയേണ്ട, അടുത്ത ഗെയിം സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ഗെയിം സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിം സെക്ഷനിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, അതിനകത്ത് കുറച്ച് സിനിമാ പേരുകളുണ്ട്. അത് ഓരോന്നും സെലക്ട് ചെയ്യുക, അത് എന്താണെന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഇരിക്കുന്നിടത്തിരുന്ന് അഭിനയിച്ചാൽ മതി. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാനല്ലേ ഫസ്റ്റ്? ആർക്ക് വേണമെങ്കിലും എടുക്കാം. ആ ക്യാമറയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ ക്യാമറയിൽ കാണിച്ചു കൊടുത്തേക്ക്. അച്ചായന്റെ അഭിനയം തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ ചിരി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ ഞാൻ എങ്ങനെ അഭിനയിച്ചു? ഇങ്ങനെ ഇട്ടെ, ശബ്ദം പുറപ്പെടുവിപ്പിക്കാവോ? ഇല്ല, ശബ്ദം പുറപ്പെടുവിക്കാം. ഇത് വല്ലാത്തൊരു. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നമുക്ക് 2 മിനിറ്റ് ആണ് ടൈമുള്ളൂ. സ്റ്റാർട്ട് ചെയ്തു. എടി, ഇത് 2ാമത്തെ വേർഡാണ്. അല്ലടി, മിണ്ടരുത്. ഇനി ആക്ഷൻ മാത്രം. തിരിച്ചു എന്റെ മുഖത്ത് നോക്കിയാണ് വിളിച്ച്. നിന്റെ ആഗ്രഹം ഇതല്ലായിരുന്നു? നാട്ടുകാരെ ഉപയോഗിച്ച് അവൾ എന്നെ സിംഹവാലൻ കുരങ്ങണത്. അതല്ല, സിനിമയുടെ പേര് പറ. സിംഹവാലൻ. ആ ചൂരിലെടുത്ത് കൊടുത്തേക്ക് അച്ചാരി, പറഞ്ഞില്ലെങ്കിൽ കൊടുത്തോട്ടാ. സിംഹവാലൻ നിന്റെ തല എത്രല്ലേ കാണിച്ചുള്ളൂ. ബാക്കിയാണെങ്കിൽ സിംഹവാലൻ. ബാക്കിയുള്ളത് ഇവക്ക് മനസ്സിലാവോ? വെറ്റില. സിംഹവാലന്റെ വെറ്റില തിന്നോ? അച്ഛാ, തല്ലി കൊല്ലോട് ഇനി വെച്ചോണ്ടിരിക്കണ്ട. അല്ല, പറഞ്ഞോ. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ വെറ്റിലയും മുറുക്കലും ഒക്കെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, പറയൂല ചായ. സമ്മതിച്ചോടത്തേക്ക് സമ്മതിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ തന്നെ അതല്ല, സിംഹവാലൻ മേനോൻ. കേട്ടിട്ടും കൂടി ഇല്ലൊന്നുണ്ടാ അങ്ങനെ ഇല്ല. ഓക്കെ, അതൊടുക്ക്.
എടാ പോയത് നീ ഒന്ന് മേടിച്ച് നോക്കണം ഇത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാ. നോക്ക്. വീട്, ഊണ്. അത് ഇംഗ്ലീഷില് ഹോംലി മീൽസ്. ഓ അടിപൊളി. സിമ്പിളായിട്ട് ഓക്കെ. ഇനി അച്ചായൻ. അച്ഛനത് മോം. കാണാം. തമ്പുരാനെ മിന്നിച്ചേക്ക. ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. ഷോക്കടിച്ച കൊരങ്ങനാ. അച്ചായൻ എന്ത് കാണിച്ചാലും ഇവിടെ കുറങ്ങുന്നാണല്ലോ പറയുന്നത്. ഇന്റർവ്യൂ ആൾക്കാര് അവന് അല്ലേല് പണ്ടേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതിന്. ഓട്ടം. ഓട്ടം ഇങ്ങനെയാണോ? കുലുക്കം. ആ മഴക്കിലുക്കം. മഴക്കിലുക്കം. അച്ചായൻ മിണ്ടരുത്. മഴത്തുള്ളി കിലുക്കം. എന്റെ പൊന്നെ അച്ചായ സമ്മതിച്ചു. അതിലേക്ക് എത്തിച്ച എനിക്ക് ഇഷ്ടമായി. എന്നാലും ഇങ്ങനെ അടിച്ചപ്പോ അത് കിലുക്കുമെന്ന് മനസ്സിലായത് എങ്ങനെയാ? ഓട്ടം വന്നെങ്കിൽ കുറങ്ങാൻ. ഓക്കെ, അടുത്തെടുത്തോ. ഇവള് തന്നെയാണ് ഇത് പറഞ്ഞതെന്നുള്ള വിശ്വാസമില്ല എനിക്ക്. കൊള്ളാല്ലേ? മഴത്തുള്ളി കിലുക്കം. അടുത്തത് ഞാനാണ്. നല്ല പുരോഗതി ഉണ്ട് കേട്ടാ. ഉണ്ടല്ലേ? അടി, മണിയടി. ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അടി. അടി കപ്പേരെ കൂട്ടമണിയാണ്. നിങ്ങൾ ആരാ? ഓക്കെ, എനിക്ക് അവളെ വിഷമിപ്പിക്കുന്നത് താല്പര്യമില്ല. വീട്ടിൽ ചെന്ന അല്ലെങ്കിൽ പാത്രത്തിന്റെ അടി കിട്ടും. ഓക്കെ, കിട്ടി. എന്താ ചായ വേർക്കണേ? അല്ലല്ല, ഇത് ഇവളെ കൊണ്ട് പറയാൻ പറ്റൂല. പറ്റും. കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. അത് പറയാലോ? പറയരുത്. ആക്ഷൻ കാണിച്ചോ? അല്ല, കാറ്റഗറി പറയാലോ. ഇല്ല, ഒന്നും മിണ്ടരുത്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും. ഓക്കെ, എടി ഇതിപ്പോ എന്റെ കാലല്ല, വേറൊരാളുടെ കാലാണ്. അങ്ങോട്ട് പോവും. എന്താ എക്സ്പ്രഷൻ? കാല് ഞെക്കി അങ്ങോട്ട് പോവും. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സിനിമ പേരിട്ടോ? അല്ല, ആ സിനിമയിലുള്ള സീൻസ്. അയ്യോ, ഞാൻ സീനൊന്നും ഓർക്കണില്ല. ആകപ്പാടെ ഉള്ളത് പേര് പറഞ്ഞു. രതി നിർവേദമൊന്നും. ഞാൻ എങ്ങനെ അതാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടേ അവിടെ കിടന്നിട്ട്. അതാണ് ഈ കാല് പോക്കി ഇങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത്. പൊട്ട്. ചാന്ത് പൊട്ട്. നിങ്ങൾ പുലിയാണല്ലോ. ഓക്കെ, ലാസ്റ്റ് വൺ. എന്നോട് തന്നെ ഇത് വേണം. ഇങ്ങോട്ട് ഇങ്ങോട്ടോ. ഇത് നിനക്ക് തന്നില്ലേ? അല്ലേലേ അവൾ എന്നെ തുടക്കം തൊട്ട്. കൊരങ്ങ്. ബാക്കി കൂടെ കൊരങ്ങ്. പേന. കൊരങ്ങൻ പേന. എന്ത്? ശക്തി തരൂ.
ഓക്കെ, സിമ്പിളായിട്ട് അച്ഛൻ ഒന്നും ആദ്യം തൊട്ടാണിക്ക്. എടീ ഒന്നും കൂടി നോക്ക്. അച്ചായനെ മൊത്തം നവരസങ്ങൾ മിന്നു പറയാണ്. ഇപ്പഴാ അതൊരു മനസ്സിലായി. ചൊറിഞ്ഞ് ആ കുറയ്ക്കാൻ തോന്നി. കൂടുതൽ കളിച്ചാൽ കുറക്കാൻ നിന്നെ കയറി ചൊറിയും. ശേ അച്ഛൻ ഇത് മാറ്റാൻ പറ. ഇപ്പൊ മലയാളത്തിലല്ലേ പറയണത്, അത് നേരെ കുറങ്ങ മറിച്ചിട്ട് കുറങ്ങനെ വേറെ അച്ചായ മിണ്ടരുത്. മങ്കി മങ്കിപ്പൻ. ഓ എന്റെ പൊന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അച്ചായന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം, എവിടെയെങ്കിലും പോകണം, അച്ചായൻ വഴങ്ങില്ലെങ്കിൽ എങ്ങനെയാണ് സമ്മതിപ്പിച്ചെടുക്കുന്നത്? ഞാനോ? ആ ഞാൻ മിണ്ടാണ്ട് മാറിയിരിക്കും. ആരും മിണ്ടാണ്ട് മാറിയിരിക്കും. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് മാറിയിരിക്കും. ദേഷ്യം പിടിച്ച് മാറിയിരിക്കും. അച്ചായ അങ്ങനെയാണോ? എന്റെ ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടില്ല. ദേഷ്യം അത് അഭിനയിച്ചത് മുഴുവൻ വെറുതെ. അച്ഛന് മനസ്സിലായിട്ടില്ല ദേഷ്യം കാണിച്ചാന്ന്. അപ്പൊ നീ ദേഷ്യപ്പെട്ടിരിക്കരുത്. അച്ഛാ നേരെ തിരിച്ചെങ്ങനെ ഒരു കാര്യം സമ്മതിപ്പിച്ചെടുക്കുക? അച്ചായൻ കാണിക്കുന്ന ഐഡിയാസ് എന്തൊക്കെ? അച്ചായ കിടന്ന് കണകുണ പറയും. ഇപ്പൊ രാത്രിയൊക്കെ പുറത്തേക്ക് പോകുന്നതൊക്കെയാണല്ലോ പ്രശ്നം. ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇന്നലെ ഉണ്ടായ പ്രശ്നം. അപ്പൊ അത് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സമ്മതിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അതായത് പുറത്തേക്ക് പോകാം എന്നുള്ളൊരു ടോട്ടൽ തീരുമാനം എടുത്തു. രണ്ടാളും തീരുമാനം എടുത്തു, നമുക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ അതിനുശേഷം പോയി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന കോൺസിക്വൻസ്, അതായത് നമ്മൾ കാണേണ്ട ആളെ കാണാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ആ പോക്ക് വെറുതെ ആവുമോ, അത്രേ ഓടണമല്ലോ, പെട്രോൾ വേസ്റ്റ് ആവുമല്ലോ. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കും. ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശരിക്കും റെഡിയായിട്ട് അത് ഇനി ഡ്രസ്സ് ഇട്ടാൽ മതി, അങ്ങനത്തെ ഒരു പുറത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. അവരൊരു ഇത് അപ്പം എങ്ങനെ പോണില്ലേ? ഇല്ലടി നമ്മളതേ പോക്ക് രാവിലത്തേക്കൊന്ന് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് സുനാമിക്ക് മുമ്പുള്ള തിരമാലയുടെ പിൻഭാഗമായിരിക്കും. ആ ഷർട്ടങ്ങൾ ഒരു കാണിച്ചതാ എന്തൊക്കെ അവിടെ ഉണ്ടാവണത് മൊത്തം പാടുണ്ടാവുന്നത്. ആദ്യം പറയും നീ കുളിച്ച് പോയി റെഡി ആയിക്കോ, അത് കഴിഞ്ഞിട്ട് പോവാന്ന് പറയും. ഞാൻ കുളിച്ചെല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും എടി ഇന്ന് പോകുന്നില്ല, നാളെ രാവിലെ ഉള്ളൂ. അപ്പൊ പിന്നെ ശുശുന്ന് വിളിച്ചാരും നോക്കി പോകും. അങ്ങനെയൊക്കെ അടി നടത്തില്ലേ? അല്ല അടിയൊന്നും അല്ല, അങ്ങോട്ട് പോയിട്ട് അപ്പം ഞാനിരുന്ന് ആലോചിച്ചു, ദൈവമേ ഇതൊരു പ്രശ്നത്തിലേക്കുള്ള വഴിപ്പാണല്ലോ, ഞാനായിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യും? തമ്പുരാനെ, ദൈവമാലാകാനെ പോലെ ഒരുത്തം വിളിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്നോണ്ടിരിക്കുക, അച്ഛാ എവിടെയുള്ളേ, ഒന്ന് മാടവനിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഒന്ന് ഹൈവേയിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ വൃതായെത്തി. ഞാൻ ഇന്ന് വിളിച്ചു, ഇതാ റെഡിയാക്കി. അതെ നീ റെഡിയായില്ലേ? റെഡിയാക്കി, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകണം. പറഞ്ഞു നമ്മൾ ആരെയും കാണാൻ പോകണില്ല, ഞാൻ ഒരുങ്ങിയിട്ട് പോയില്ലല്ലോ, എന്നെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് പോയി കഴിഞ്ഞിട്ടാണ് ആളൊന്ന് സമാധാനമായത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, വെട്ടും കുത്തും അങ്ങനെ അത്രയും ഞങ്ങളായിട്ടില്ല. അതെ അതെ. ഇനി എന്ത് ഒരു വർഷം തയ്ച്ചില്ലേ, ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനൊക്കെ. പിന്നെ ഇതിനോടൊക്കെ എന്ത് പറയാനാ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പോകും, പിന്നെ നിങ്ങൾ ഒരുമിച്ച പോണെന്ന് ഓർത്തോളൂ. ചോദിച്ചതേ ഞാൻ സീരിയസ് ആയിട്ട് പറയാ. നമ്മള് ശരിക്കും പറഞ്ഞ എനിക്ക് ആരുമില്ല, അവക്കും ആരുമില്ലാത്ത സീനാണ് ഞാൻ. ഇപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും മഴയില്ലേ? അവിടെ മഴക്കുട്ടിയില്ലേ? മഴക്കുട്ടിയുണ്ട്. ഇനിയിപ്പോ ആരാ വേണ്ടേ? പിന്നെ അല്ല അതൊക്കെ വിട്ടടാ. ഓക്കെ അച്ചായ, എന്തോ അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി മഴക്കുട്ടിക്ക് വേണ്ടി, നമ്മുടെ മഴ ബേബിക്ക് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ, എങ്ങനെയായിരിക്കണം മഴക്കുട്ടിയുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? എല്ലാ മാതാപിതാക്കന്മാരെ പോലെ തന്നെ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്നെ നന്നായിട്ടൊന്ന് മോൾഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളിൽ, അതിപ്പോൾ നമ്മളിപ്പം ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോഴത്തേക്ക് അവിടെ ട്രാഫിക് ഉണ്ട്,
ഈ റൈറ്റ് എടുക്കാം, ഈ ലെഫ്റ്റ് എടുക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗൈഡ് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടിയൊക്കെ നേരത്തെ നമുക്ക് മെച്യൂർഡ് ആക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ. ഐ മീൻ ഇപ്പം നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ സമയത്ത്, ഇതിനെ കുറച്ചും കൂടി പുറകോട്ട് വന്ന് റിയലൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പിന്നീടുള്ള ലൈഫിൽ ഗ്രോത്ത് നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ, കുറച്ച് കാര്യവിവരമൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ആൾക്കാരും ഇതിനെ ശ്രദ്ധിക്കുക. കാര്യം ഞാൻ എൻ്റെ റിഗ്രറ്റ്സ് മാതാപിതാക്കന്മാർ ചെയ്തില്ല എന്നല്ല, അവർക്ക് അത്രയൊക്കെ പറ്റുള്ളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഫ്രണ്ട്ലി ആകാൻ പറ്റുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ മോളെ വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിപ്പൂട്ടിയിട്ടോ അല്ലെങ്കിൽ അഴിച്ചു വിട്ടിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിന് ഇൻ ബിറ്റ്വീനുള്ളൊരു പോർഷനിൽ സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് നല്ലതിനെയും ചീത്തതിനെയും വ്യക്തമായിട്ട് വേണേൽ കൂടെ ചെന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ആയിരിക്കും എൻ്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞു. അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ വേറെ രീതിയൊക്കെ കമൻറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെന്താണെന്നും മറ്റുള്ളവരെങ്ങനെയായിരുന്നു എന്നും അവരെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ടെന്നും ഒക്കെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എക്സ്പെഷ്യലി ഞാൻ അവൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛൻ എന്ന ലെവലിൽ നിന്നല്ലാണ്ട് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് കൂടി നിന്ന് നല്ല രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുത്തിരിക്കും. അപ്പം മഴക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതിൽ വലുതൊന്നും നമ്മൾ കരുതി വെക്കേണ്ട കാര്യമില്ല. അവൾ നല്ല ചാമിങ് ആണ് ഓരോരുത്തരോടും. ഇപ്പോഴേ ഈ 6ാമത്തെ മാസം തന്നെ അവളുടെ അപ്രോച്ചൊക്കെ ഭയങ്കര എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര ഒരു ഫ്രണ്ട്ലിയാണ്. ദൈവാനുഗ്രഹം അത്ര പറയണം. ചില പിള്ളേരൊക്കെ ആൾക്കാർ എടുക്കാൻ കൈ നീട്ടി കഴിഞ്ഞാൽ കാറിക്കൊണ്ട് ആരോടും ഒക്കെ സ്നേഹമായിരിക്കും. അത് ദൈവം തന്ന ഒരു പ്രത്യേകത. പിന്നെന്താ പറയുക, നല്ല രീതിക്ക് മ്യൂസിക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന കുട്ടിയാണ്. ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളിത് പറയാൻ മാത്രം എന്ത് പഠിച്ചു എന്താണ് നിങ്ങൾക്കുള്ളതിൻ്റെ അടിസ്ഥാനമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നാലും അടിസ്ഥാനം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എന്നാലും ഒന്നാന്തരം കലാകാരിയായിട്ട് മാറുന്നൊരു കുട്ടിയായിരിക്കും അത്. അതിന് കലയോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ള കുട്ടിയാണ്. ഇപ്പോൾ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി കാണാം. എന്തായാലും സ്ട്രീമിംഗിൽ കൂടെയൊക്കെ നമ്മൾ ലൈവായിട്ട് ഇനി കാണാൻ പോകല്ലേ, എല്ലാം കണ്ടറിയാം. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ക്യാമറയ്ക്ക് പോസ് ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഈ സമയത്ത് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നത് ഭയങ്കര നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ ചേ, അപ്പോൾ എന്തായാലും അടിപൊളി. എന്തായാലും വളരെ വളരെ സന്തോഷം വീണ്ടും ഇതേപോലെ ഒന്ന് ഇരിക്കാൻ പറ്റിയതിൽ. ഇനി നമുക്ക് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. എനിക്ക് അച്ചായൻ്റെ ഒരു കവിതയും കൂടി കേട്ടാൽ കൊള്ളാനുണ്ട്, ഒരെണ്ണം കൂടി. കാരണം ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളുടെ കവിതയിൽ. എന്താ കേൾക്കണ്ടേ? അത് ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ, നീയും കേൾക്കാൻ. ഓക്കെ. ഇത് 2018 വെള്ളപ്പൊക്കമില്ല നമ്മുടെ കേരളത്തിലെ പ്രളയം. അച്ചായൻ എല്ലാം ദുരന്തങ്ങൾ വെച്ചിട്ടാണല്ലോ കണക്ട് ചെയ്ത് പാടുന്നത്. അല്ലെ, ദുരന്തങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതെ, ഒരു ദുരന്തം കൊണ്ടാണല്ലോ ഇപ്പൊ ഈ കൂട്ടത്തിൽ കൂട്ടിയത്. അച്ചായൻ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ പോവും, നിങ്ങൾ ഒരുമിച്ചാണ്, ഓർത്തോളണം. ഓക്കെ. എന്തു പറഞ്ഞു ഞാൻ ആശ്വസിപ്പിക്കണം എന്നാത്മസോദര കൂട്ടങ്ങളെ, എന്തു പറഞ്ഞു ഞാൻ ആശ്വസിപ്പിക്കണം എന്നാത്മസോദര കൂട്ടങ്ങളെ. വഴി തെറ്റി വന്നൊരാ വർഷപ്രളയത്തിൽ പ്രിയമുള്ളതെല്ലാം ഒലിച്ചു പോയോ. വഴി തെറ്റി വന്നൊരാ വർഷപ്രളയത്തിൽ പ്രിയമുള്ളതെല്ലാം ഒലിച്ചു പോയോ. മലയുടെ മാറ് തുരന്നു പണിഞ്ഞൊരാ മണിമാളിക പാടെ പൊടിഞ്ഞു വീണോ. മലയുടെ മാറ് തുരന്നു പണിഞ്ഞൊരാ മണിമാളിക പാടെ പൊടിഞ്ഞു വീണോ. പുഴയുടെ തീരത്തു ഭ്രാന്തമായി കെട്ടിയ പല കോടി രൂപ നനഞ്ഞു പോയോ. പുഴയുടെ തീരത്തു ഭ്രാന്തമായി കെട്ടിയ പല കോടി രൂപ നനഞ്ഞു പോയോ. മഴയും പുഴയും ഒന്നിച്ചു തന്നൊരാ പ്രഹരം മറക്കണ്ട വരും നാളിലും. മഴയും പുഴയും ഒന്നിച്ചു തന്നൊരാ പ്രഹരം മറക്കണ്ട വരും നാളിലും. മനുഷ്യനാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ.
മഠയാമൂഢത്തരമൊത്തിരിയായിപ്പോൾ. പുഴ തിരിച്ചു തന്നൊരാ പ്രളയ സമ്മാനങ്ങൾ തിരികെ ഏൽപ്പിച്ച വിഡ്ഢിജന്മങ്ങളെ. പുഴ തിരിച്ചു തന്നൊരാ പ്രളയ സമ്മാനങ്ങൾ തിരികെ ഏൽപ്പിച്ച വിഡ്ഢിജന്മങ്ങളെ. നിങ്ങളോർക്കുക പക വീട്ടുമാ പുഴ വീണ്ടും ചിലപ്പോൾ കടലിനെ കൂടി കൂട്ടുപിടിച്ചിട്ട്. നിങ്ങളോർക്കുക പക വീട്ടുമാ പുഴ വീണ്ടും ചിലപ്പോൾ കടലിനെ കൂടി കൂട്ടുപിടിച്ചിട്ട്. ആഢ്യനുമാലംബഹീനരും ഇന്നിവിടെ അന്നത്തിനായിട്ടലമുറയിട്ടതും. ആഢ്യനുമാലംബഹീനരുമന്നവിടെ അന്നത്തിനായിട്ടലമുറയിട്ടതും. മാനവരൊന്നാണു മതമില്ല നിറമില്ല മനുഷ്യരായി വസിക്കേണമെന്നത്. മാനവരൊന്നാണ് മതമില്ല നിറമില്ല മനുഷ്യരായി വസിക്കേണമെന്നത്. അതിജീവനത്തിൻ്റെ പാതയിൽ ഇന്നു നാം ശരവേഗത്തിലോടി തീർത്തിടേണം. അതിജീവനത്തിൻ്റെ പാതയിൽ ഇന്നു നാം ശരവേഗത്തിലോടി തീർത്തിടേണം. ആരും കൊതിക്കുന്ന രീതിയിൽ കേരളം അമ്പരം മുട്ടെ വളർത്തിടേണം. താങ്ക് യു. ഓ കമോൺ അച്ചായ, ഒരുപാട് 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 സന്തോഷം. എന്തായാലും അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തുനിന്നും. അടിപൊളിയായിരിക്കട്ടെ. താങ്ക് യു. ജാഗോ സ്പേസ് നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ.